നമസ്കാരം. പറയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എമ്പുരാൻ. എല്ലാം കൊണ്ടും പൃഥ്വിരാജ് വീണ്ടും സംവിധാന രംഗത്തേക്ക് വരുന്നു. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്നു. ടീസർ നൽകിയ ഹൈപ്പ് ബ്രഹ്മാണ്ഡ ഹൈപ്പ്. പക്ഷേ അപ്ഡേറ്റ് തരുന്നതിൽ വട്ടപൂജ്യം. പിന്നാലെ ക്യാരക്ടർ പോസ്റ്റുകൾ നിരനിരയായി പുറത്തിറക്കിയെങ്കിൽ പോലും പിന്നീട് ഒരു ട്രെയിലർ പുറത്തിറക്കാൻ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. എന്തായിരിക്കും കാരണം? പല പല സംശയങ്ങൾ നിൽക്കുകയാണ്. എന്താണ് അതിന് പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രധാനമായും മലയാള സിനിമയിലേക്ക് ലൈക്ക പ്രൊഡക്ഷൻസ് വരികയാണ്. ലൈക്കയെ പോലെ ഒരു ബ്രഹ്മാണ്ഡമായ തമിഴിലെ തന്നെ ഏറ്റവും വലിയ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് കൊതിച്ചു. കാരണം അത്രയധികം സ്കെയിലിലേക്ക് എമ്പുരാൻ പോകുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സമീപകാല ലൈക്ക പ്രൊഡക്ഷൻസ് ഇറക്കിയ സിനിമകളൊക്കെ ഒന്ന് നോക്കിക്കേ. അവർ ആദ്യം തുടങ്ങുന്നത് 2014 കത്തി എന്ന സിനിമയിലൂടെയാണ്. അത് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പിന്നാലെ ലൈക്ക റിലീസ് ചെയ്ത സിനിമകളൊക്കെ 8 നിലയിൽ പരാജയപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അജിത് നായകനായ വിടാമുയർച്ചി എന്ന ചിത്രവും കൂടിയാണ്. ആ ചിത്രം തിയേറ്ററിൽ വന്ന പാടെ തന്നെ വാഷ് ഔട്ട് ആവുകയും ചെയ്തു. അങ്ങനെ ഒരു ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനുമായി വീണ്ടും കോർക്കുമ്പോഴേക്കും അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ ചോദ്യം വളരെയധികം പ്രസക്തവുമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഈ വിഷയം തന്നെ മുന്നോട്ട് വെക്കുന്നത്. കാരണം ലൈക്ക പ്രൊഡക്ഷൻസ് വിടാമുയർച്ചി എന്ന ചിത്രം ആദ്യം റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്ന ദിവസത്തിൽ നിന്നും മാറിക്കൊണ്ടായിരുന്നു. കാരണം ആദ്യം അവർ പൊങ്കൽ റിലീസാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നാലെ 1 മാസം വൈകിയാണ് വിടാമുയർച്ചി റിലീസിനെത്തിയത്. അന്ന് ഓർമ്മയുണ്ടാവും, പൊങ്കലിനും ഏകദേശം ഒരാഴ്ച മുമ്പ് വരെ ഒരു അപ്ഡേറ്റുകൾ നൽകാതെ പെട്ടെന്നൊരു പ്രസ് റിലീസ് ലൈക്ക അങ്ങ് പുറത്തുവിടുകയാണ്. ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് നീക്കി വെക്കുകയാണെന്നുള്ളത്. എമ്പുരാന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം മാർച്ച് 27 ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഡേറ്റിൽ നിന്നും മാറിയാണോ എമ്പുരാൻ വരുന്നത് എന്നുള്ള സംശയങ്ങൾ പോലും നിലനിൽക്കുകയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും വരുന്നില്ല. ട്രെയിലർ എപ്പോഴാണെന്നറിയില്ല, ട്രെയിലർ ലോഞ്ച് ഉണ്ടോ എന്നറിയില്ല, എങ്ങനെയായിരിക്കും ട്രെയിലർ, എത്ര മിനിറ്റ് ആയിരിക്കും ട്രെയിലർ, ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റും നൽകാതെയാണ് നിൽക്കുന്നത്. ഈ സിനിമാ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ആ ദിവസമാണ് എമ്പുരാൻ്റെ അവസാനത്തെ ക്യാരക്ടർ പോസ്റ്റർ, അതായത് ഖുറേഷി അബ്രാമിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഒരൊറ്റ അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. ഏകദേശം 2 ആഴ്ചയോളം പിന്നിടുകയാണ്. എമ്പുരാന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പല ചിത്രങ്ങളും, പ്രധാനമായും ഞാൻ പറഞ്ഞതുപോലെ കത്തി എന്ന സിനിമയും പൊന്നിയിൻ സെൽവൻ 1 ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ 2.0 നമുക്ക് കൂട്ടാം. അല്ലാതെ റിലീസ് ചെയ്ത പല സിനിമകൾ ഉൾപ്പെടെ ഇപ്പോൾ PS2, ദർബാർ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ലൈക്കയുടെ ബാനറിൽ നിന്ന് വന്ന സിനിമകളൊന്നും തന്നെ തിയേറ്ററിൽ വൻ ഹിറ്റുകളായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ലൈക്ക വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ലൈക്ക ഇപ്പോഴും ഫണ്ട് ചെയ്തിട്ടുണ്ടോ? ലൈക്ക കടക്കിണിയിലാണോ? ലൈക്ക എങ്ങനെയാണ് എമ്പുരാൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് പാൻ ഇന്ത്യൻ ലെവലിലോ പാൻ ഗ്ലോബൽ സബ്ജക്റ്റ് ആണെന്ന് തിരക്കഥാകൃത്ത് മുരളി ഗോപി തന്നെ പറയുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയിട്ട് കേരളത്തിൽ പോലും പ്രൊമോഷൻസ് ആരംഭിച്ചിട്ടില്ല, ഒരു ഇന്റർവ്യൂസ് നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്നില്ല. ഈ പാൻ ഇന്ത്യൻ തരത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പോലും ഒരു തരത്തിലുള്ള അപ്ഡേറ്റ് ഇല്ല. മറ്റൊരു ചോദ്യം, സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ എവിടെ എന്നുള്ളതാണ്. കാരണം മഹേഷ് ബാബു ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ജോയിൻ ചെയ്തു എന്നുള്ള റൂമറുകളും റിപ്പോർട്ടുകളും ഒക്കെ വരികയാണ്. അപ്പോൾ എമ്പുരാൻ മറന്നു. എവിടെയാണ് എമ്പുരാനുള്ള പ്രൊമോഷൻസ്? എപ്പോഴാണ് പൃഥ്വിരാജ് അത് ആരംഭിക്കുന്നത്? റിലീസിന് ശേഷമോ? ഈ ഒരു ചോദ്യവും നിലനിൽക്കുകയാണ്. കാരണം ഇൻ്റർവ്യൂസ് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ പോകുന്ന സമയങ്ങളൊക്കെ തന്നെ. കാരണം ഈ റിലീസിന് 2 ആഴ്ച മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളിലും പോകണം. അത് പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് പോകുന്ന പല ബ്രഹ്മാണ്ഡമായ സിനിമകൾ നമ്മൾ മുന്നും കണ്ടിട്ടുണ്ട്. മുന്നേ ഇറങ്ങിയ തെലുങ്ക് സിനിമകളൊക്കെ തന്നെ അവർ 1 മാസത്തിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി നൽകുമ്പോൾ പോലും ഇതുവരെ ഈ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ ഇറങ്ങിയിട്ടില്ല. ഒരൊറ്റ ഒഫീഷ്യൽ ഇന്റർവ്യൂ ഇല്ല. ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റുകൾ നൽകാതെ ആരാധകരെ നെഞ്ചെടുപ്പിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ അണിയറ പ്രവർത്തകർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം. ക്യാമറമാൻ സുജിത് വാസുദേവ് ഉൾപ്പെടെയുള്ളവർ ഇന്റർവ്യൂ നൽകുന്നുണ്ടെങ്കിൽ പോലും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനോ നായകൻ മോഹൻലാലോ ഒന്നും തന്നെ ഒരു ഇന്റർവ്യൂവുമായി രംഗത്തെത്തിയിട്ടില്ല. മുരളി ഗോപിയുടെ ഒറ്റ ഇന്റർവ്യൂ ആണ് പുറത്ത് വന്നിട്ടുള്ളത് താനും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇത്രയധികം പ്രതിസന്ധിയിൽ എമ്പുരാൻ നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇനി ട്രെയിലർ ഉണ്ടോ? ഇനി റിലീസ് ഡേറ്റ് മാറ്റുമോ? എപ്പോഴായിരിക്കും ഫാൻ ഷോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിൽക്കുകയാണ്. എപ്പോഴാണ് എമ്പുരാന് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുക? ലൈക്ക പ്രൊഡക്ഷൻസ് ആണോ ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ? ഇതാണ് പ്രസക്തമായ ചോദ്യം.